ഹലോ ഹലോ എടാ നീ എവിടെയാ ഉള്ളത്? എന്തൊരു ശബ്ദം അവിടെ. എടാ ഞാനിവിടെ ഒരു പരിപാടിയില്ലടാ. എന്താ കാര്യം പറ. എടാ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. എടാ ഞാൻ ജോബ് റിസൈൻ ചെയ്യാം. എനിക്ക് ശരിക്കും മടുത്തു. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് 5-6 മാസമല്ലോ. എടാ ഞാനെന്ന് പറഞ്ഞ ഈ ഓസ്ട്രേലിയൻ കമ്പനിയില്ലേ, അവര് വീണ്ടും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. നല്ലൊരു പാക്കേജാണ് അവരെനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. വിത്തിൻ 1 മന്തിൽ എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം. 1 ഇയർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെ തന്നെ സെറ്റിൽഡ് ആവാൻ മോനെ. അതാണല്ലോ നിന്റെ അംബിഷൻ. പിന്നെന്താ നോക്കണ്ട, റെസിഗ്നേഷൻ കൊടുക്കാന്നല്ലാതെ. ആടെ പ്രശ്നം ഇപ്പോഴാണ് എനിക്ക് ഇൻക്രിമെന്റ് വന്നത്. അതുകൊണ്ട് റിസൈൻ അക്സെപ്റ്റ് ചെയ്യില്ല. എന്താ ചെയ്യിപ്പോ? ഈ ഒരു കാര്യം ചെയ്യും, കുറച്ച് കടന്ന കൈയാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിന്റെ മാനേജ്മെന്റ് ശരിയല്ലെന്നോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ബോസ് എന്തെങ്കിലും മോശമായി പെരുമാറിയെന്നോ മറ്റും തട്ടിവിടും. പോടാ, അയാളെ പറ്റിയിട്ട് എനിക്ക് മോശം പറയാൻ പറ്റില്ല. അയാളും ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്. മാർഗമല്ല മോളെ, ലക്ഷ്യമാണ് പ്രധാനം. അങ്ങേരെ എന്നോട് ക്ഷമിച്ചോളൂ. ഹേ, എന്നാലും അത് ശരിയാവില്ല. എന്നാ ഇഞ്ഞെന്ത് പണ്ടാരം കാക്ക്, വെറുതെ ഇങ്ങനെ മൂഡ് കളില്ല. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ദിവ്യ, നിനക്കിവിടെ ഞാൻ കൂടുതൽ ഫ്രീഡം തന്നിരുന്നു. അതിലുപരി നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതല്ലേ. ഇവരെല്ലാം മുന്നിൽ എന്നെ നാണം കെടുത്തിയില്ലേ. എനിവേ, വെരി ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എന്നെ പോലെ ആണെന്നില്ല കേട്ടോ. ജാക്കി, ഇനി പോകുന്ന സ്ഥലത്ത് ഇതുപോലെ പണിയുണ്ടെന്ന് പറഞ്ഞേക്ക്.